കുട്ടികളെ നമ്മൾ ആസ് എ ടീച്ചർ എങ്ങനെയൊക്കെ അസസ് ചെയ്യണം, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസെന്നും ജനറൽ പ്രിൻസിപ്പിൾസെന്നും രണ്ട് രീതിയിൽ പറയാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൽ പറയണ ഏതൊക്കെ രീതിയിൽ നമുക്ക് കുട്ടികളെ അസസ് ചെയ്യാമെന്നാണ്. ഒന്നാമത്തെ പറയാം, അതിൽ തന്നെ 5 ഡിവിഷൻസ് ആയിട്ട് പറയുന്നുണ്ട് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൽ. ഒന്നാമത്തത് നമ്മൾ ഈ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അതിൽ പറയണമെന്നുള്ളതാണ്. മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പോർട്സിൻ്റെ ഒരു കുട്ടിയുടെ അങ്ങനത്തെ ഒരു സ്പോർട്സിലുള്ള കുട്ടിയുടെ കഴിവ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു സ്പോർട്സ് ഇവൻറ്റ് നടത്തിയിട്ടാണ് ആ കുട്ടീനെ അസസ് ചെയ്യുക. അതുപോലെയല്ല നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള ആ കുട്ടിയുടെ സ്കില്ല് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 100 മീറ്റേഴ്സ് നടത്തുന്ന പോലെയല്ല, അത് നടത്തിയിട്ടല്ല